നമസ്കാരം. ലോകം വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് പോവുകയാണോ? അമേരിക്ക അവരുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലും മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ നീക്കം ലോകം മുഴുവൻ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി ഉയരാൻ കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോളിന്റെ വില വലിയ രീതിയിൽ തന്നെ ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ തന്നെ മിഡിൽ ഈസ്റ്റ് സംഘർഷഭരിതമാണ്. ചെങ്കടലിൽ നടക്കുന്ന ആക്രമണങ്ങളും അതുപോലെ ഇസ്രയേൽ ഇറാൻ സംഘർഷവും കപ്പൽപാതയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും എല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഓൾറെഡി അവിടെ വലിയൊരു പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിലാണ് അമേരിക്ക ഇത്തരത്തിൽ അവരുടെ വിമാനവാഹിനി കപ്പൽ അയക്കാൻ വേണ്ടി രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടെ അങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുന്നത്. ഇത് വെറുമൊരു വിമാനവാഹിനി കപ്പൽ മാത്രമല്ല, സഞ്ചരിക്കുന്ന ഒരു അമേരിക്കയുടെ മിലിറ്ററി ബേസ് കൂടെയാണ്. അപ്പൊ അതിനകത്തില്ലാത്ത ആധുനിക സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അമേരിക്കയുടെ മിലിറ്ററി ബേസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമോ അതെല്ലാം തന്നെ ആ സഞ്ചരിക്കുന്ന കപ്പലിനുള്ളിലും ഒരു മിലിറ്ററിക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ആധുനിക സജ്ജമായ വിമാനവാഹിനി കപ്പലാണത്. ഇതിൽ യുദ്ധവിമാനങ്ങൾ, റഡാർ സംവിധാനം, മിസൈലുകൾ തുടങ്ങി ആധുനിക തരത്തിലുള്ള എല്ലാത്തരം ആയുധങ്ങളും ഈ കപ്പലിനുള്ളിലുണ്ട് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞ അമേരിക്കയുടെ ഈ നീക്കത്തിലൂടെ അമേരിക്ക പറയാതെ പറയുന്നത് ഏതൊരു സാഹചര്യം വന്നാലും അമേരിക്ക ഒരു യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. സാധാരണ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് എന്തെങ്കിലും വലിയ തരത്തിലുള്ള ഒരു യുദ്ധഭീഷണി നടക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യം ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കാൻ ഇവരുടെ ശക്തി പ്രദർശിപ്പിക്കുമ്പോഴോ ഒക്കെയാണ്. അങ്ങനെയാണ് വിമാനവാഹിനി കപ്പലുകൾ മറ്റു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് അമേരിക്ക പറഞ്ഞു വിടാറുള്ളത്. പക്ഷേ വിദഗ്ധർ പറയുന്നത് ഇത് അമേരിക്ക മറ്റൊരു രാജ്യത്തിലേക്കുള്ള നേരിട്ട് ആക്രമണമോ അതുപോലെ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കുള്ള ഒരു നേരിട്ടുള്ള ആക്രമണമോ ആയിരിക്കാൻ സാധ്യത ഇല്ല എന്നാണ്. ഇത് അമേരിക്ക മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്താനുള്ള ഒരു നീക്കവും അവരുടെ ഒരു തന്ത്രവും ഒരു മിലിറ്ററി തന്ത്രവുമായാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. എന്നാൽ ഇതിലെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? മിഡിൽ ഈസ്റ്റിൽ വെറും ഒരു തീപ്പൊരി വീണാൽ മതി, അത് വലിയ ലോക പ്രതിസന്ധിക്ക് തന്നെ കാരണമാകും. കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ രാജ്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. നിലവിൽ അവിടെ പലതരത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇസ്രയേൽ ഗാസ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇറാൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ, പിന്നെ വിമത രാജ്യങ്ങളുടെ അവിടെ നിന്നുള്ള ഇസ്രയേലിലേക്കുള്ള ആക്രമണം, കപ്പൽ പാതയിലൂടെയുള്ള അമേരിക്കയുടെ കപ്പലും യൂറോപ്പിന്റെ കപ്പലൊക്കെ പോകുമ്പോൾ അവര് ഒരു സുരക്ഷാ പ്രശ്നവും നിലവിൽ ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഒരു പ്രശ്നബാധിത മേഖലയാണ്. അവിടെയാണ് അമേരിക്ക ഇപ്പോൾ ഈ ഒരു എടുത്തുചാട്ടം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കാണാതെ പോകാൻ കഴിയില്ല. ഇത് ലോക സമാധാനത്തെയും അതുപോലെ തന്നെ സാമ്പത്തികമായി തന്നെ ലോകത്തെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കാൻ ഇടയുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തണം. അവിടെ യുദ്ധം നടക്കണമെന്നൊന്നുമില്ല. യുദ്ധം നടക്കുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടായാൽ മാത്രം മതി. നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോളിന്റെ വില കുതിച്ചുയരും. അതുപോലെ പെട്രോൾ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വലിയ വിലയിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ഇത് സാരമായി ബാധിക്കാൻ കാരണമുണ്ട്. അമേരിക്കയുടെ ഈ ഒരു ഒറ്റ തീരുമാനം കൊണ്ട് പ്രതിസന്ധിയിലാവുന്നത് ലോകത്തെ മറ്റ് ജനങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരെയാണ് ഇത് വലിയ തരത്തിൽ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ നീക്കത്തിലൂടെ പണപ്പെരുപ്പം കൂടും. പെട്രോളിന്റെ വില മാത്രമല്ല കൂടുന്നത്, പണപ്പെരുപ്പം കൂടും. അപ്പോൾ സാധനങ്ങളുടെ വിലയെല്ലാം സ്വാഭാവികമായിട്ടും ഉയരും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് വളരെ സാരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവ വികാസം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും ഒരു രാജ്യം ഒരു മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പെട്രോളിന്റെ വില ഉയരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പൊ അത്രത്തോളം സെൻസിറ്റീവായ ഒരു വിഷയം തന്നെയാണിത്. നേരിട്ടുള്ള ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു പ്രതീതി ഉണ്ടായി തന്നെ നമ്മുടെ ലോകത്തെ പല രാജ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ട്രംപ് ആയതുകൊണ്ട് ഇപ്പോൾ പുള്ളിയുടെ കാര്യമൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ പുള്ളിക്ക് എപ്പോൾ മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറണമെന്ന് തോന്നിയാലും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ തള്ളിക്കളയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. നിലവിൽ 2 വിമാനവാഹിനി കപ്പലുകൾ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് കൂട്ടി വായിക്കുമ്പോൾ എന്ത് സംഭവിക്കാനുള്ള സാധ്യത നിലവിൽ മിഡിൽ ഈസ്റ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പെട്രോളിന്റെ വില 120 എത്തുമോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.